അഞ്ചാമത്തെ മൊഡ്യൂളാണ് ഇനി നമ്മൾ പറയുന്നത്. ചലഞ്ചസ് ടു ഹ്യൂമൻ റൈറ്റ്. മനുഷ്യാവകാശങ്ങളോടുള്ള വെല്ലുവിളികൾ, മനുഷ്യാവകാശങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. അതിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ, അഭയാർത്ഥികൾക്കും അത്തരം വ്യക്തികൾക്കുമൊക്കെ എതിരായ അതിക്രമങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ചാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടുന്ന വിഭാഗങ്ങളിലൊന്നാണ് സ്ത്രീകൾ. സ്ത്രീകൾക്കെതിരായ നിരന്തരമായ അതിക്രമങ്ങളാണ് ലോകത്തെ എല്ലായിടത്തും നടക്കുന്നത്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ തരത്തിലുള്ള ആക്രമങ്ങളും വിവേചനങ്ങളും വെല്ലുവിളികളുമാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ രൂപങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ശാരീരിക പീഡനമാണ് വളരെ പ്രധാനപ്പെട്ട അതിക്രമം. ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമം, സ്ത്രീ ജനേന്ദ്രിയ ഛേദം, ദുരഭിമാനക്കൊല എന്നിവ ഈ ശാരീരിക പീഡനത്തിൽ ഉൾപ്പെടുന്നു. സ്വകാര്യ പൊതുമേഖലകളിൽ സ്ത്രീകൾ പലപ്പോഴും ശാരീരിക ഉപദ്രവങ്ങളും ആഘാതങ്ങളും നേരിടുന്നു. മറ്റൊന്ന് മാനസികവും വൈകാരികവുമായ ദുരുപയോഗമാണ്. വാക്കാലുള്ള ദുരുപയോഗം, വൈകാരിക കൃത്രിമത്വം, ഭീഷണികൾ എന്നിവ പല സ്ത്രീകളും അനുഭവിക്കുന്ന മാനസികാഘാതത്തിന് കാരണമാകുന്നുണ്ട്. ഇതും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമാണ്. മറ്റൊന്ന് സാമ്പത്തിക ചൂഷണമാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും സാമ്പത്തിക അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു, അസമമായ വേതനത്തിന് വിധേയമാകുന്നു, സാമ്പത്തിക ആശ്രയത്വത്തെ അഭിമുഖീകരിക്കുന്നു, അവരുടെ സ്വയംഭരണവും ക്ഷേമവും പരിമിതപ്പെടുന്നു. ഇത് വലിയ അതിക്രമമാണ്. സാമ്പത്തിക ചൂഷണം അതിശക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇത് വലിയ സ്ത്രീകൾക്ക് നേരെ ഉള്ള അതിക്രമമാണ്. മറ്റൊന്ന് ലൈംഗിക പീഡനവും ചൂഷണവുമാണ്. ജോലിസ്ഥലങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും സ്ത്രീകൾ ലൈംഗിക പീഡനം നേരിടുന്നു. ഇത് അവരുടെ അന്തസ്സും സുരക്ഷിതത്വത്തിനുമുള്ള അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു. ഇതും സ്ത്രീകൾ നേരിടുന്ന വലിയ ഒരു വെല്ലുവിളിയാണ്. മറ്റൊന്ന് പ്രത്യുൽപാദന അവകാശങ്ങളുടെ നിഷേധമാണ്. പ്രത്യുൽപാദന ആരോഗ്യ സേവനങ്ങൾ, നിർബന്ധിത വന്ധ്യീകരണം, ഗർഭനിരോധനത്തിനുള്ള പ്രവേശനത്തിൻ്റെ അഭാവം എന്നിവ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവകാശങ്ങളുടെയും ശാരീരിക സ്വയംഭരണത്തിൻ്റെയും ലംഘനമാണ്. മറ്റൊന്ന് ബാല്യവിവാഹവും പെൺകുട്ടികളെ കടത്തലുമാണ്. പല പെൺകുട്ടികളും നേരത്തെ വിവാഹത്തിന് നിർബന്ധിതമാകുന്നു, അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിനായിട്ട് കടത്തപ്പെടുന്നു. ഇവർക്ക് വിദ്യാഭ്യാസവും സുരക്ഷിതമായ ഭാവിയും നഷ്ടപ്പെടുന്നു. ഇതും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിൻ്റെ ഭാഗമാണ്. നിയമത്തിനും ആചാരങ്ങളിലുമുള്ള വിവേചനം. നിയമ സംവിധാനങ്ങൾ, സാമൂഹ്യ മാനദണ്ഡങ്ങളും പലപ്പോഴും സ്ത്രീകൾക്കെതിരായ വിവേചനം ശക്തമാക്കുകയും അവർക്ക് തുല്യാവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന പല രാജ്യങ്ങളുമുണ്ട്. അതുപോലെ പല ആചാരങ്ങളും നമുക്കിടയിൽ തന്നെ സ്ത്രീകൾ വിവേചനങ്ങൾ നേരിടുന്ന പല ആചാരങ്ങളും നമ്മൾക്കിടയിൽ തന്നെ ഉണ്ട്. അങ്ങനെ ആചാരങ്ങൾ വഴിയും നിയമങ്ങൾ വഴിയുമൊക്കെ സ്ത്രീകൾ രണ്ടാം കിട പൗരന്മാരാവുകയും വിവേചനങ്ങൾ നേരിടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ പല ഫോംസിലുമുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ മനുഷ്യാവകാശങ്ങളുടെ ഗുരുതരമായ ലംഘനത്തെയും സമത്വത്തിനും നീതിക്കും വേണ്ടിയുള്ള ആഗോള ശ്രമങ്ങൾക്കുള്ള സുപ്രധാന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് നിയമപരിഷ്കാരങ്ങൾ വേണം, വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ടുവരണം, സാമ്പത്തിക ശാക്തീകരണം സ്ത്രീകൾക്കുണ്ടാക്കണം, കമ്മ്യൂണിറ്റികൾ ശക്തമായി ഇടപെടണം, അന്താരാഷ്ട്ര സഹകരണം സ്ത്രീകളുടെ സംരക്ഷണത്തിനുണ്ടാവണം. അങ്ങനെ ബഹുമുഖമായ സമീപനത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. സ്ത്രീകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ മൂലകാരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയും അതിജീവിച്ചവർക്ക് പിന്തുണ നൽകുന്നതിലൂടെയും സ്ത്രീകളുടെ അവകാശങ്ങൾ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയണം.